എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അകമഴിഞ്ഞ് നാം സ്നേഹിക്കുന്നു. അവരുടെ ജനനം മുതൽ അവർ വളർന്ന് ഒരു നിലയിലെത്തുന്നതുവരെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിലാധിയും ആകുലതകളും എപ്പോഴുമുണ്ട്. അവർക്കൊരു നല്ല സുസ്ഥിരമായ ഉന്നതമായ ഭാവി ലഭിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ അവരുടെ വിദ്യാഭ്യാസ മേഖലകളെയും അതുപോലെ തുടർന്നുള്ള വഴികളുമൊക്കെ കാണിച്ചു കൊടുക്കുവാൻ തങ്ങളുടെ എല്ലാ സുഖങ്ങളും ത്യാഗത്തോടെ മാറ്റിവെച്ച് സകലതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവരാണ് മിക്കവാറുമുള്ള എല്ലാ മാതാപിതാക്കളും. എന്നാൽ ഈ കാലത്ത് ഞാൻ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭവനത്തിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുൻപിൽ ഒരുപക്ഷെ അവർ വളരെ അനുസരണത്തോടെ നന്നായിട്ട് അഭിനയിക്കുകയും പുറമേ തങ്ങളുടെ കൂട്ടുകാരുടെ കൂടെ കൂടിക്കഴിയുമ്പോൾ, മൊബൈൽ ഫോൺ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ, സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിൽ ആക്റ്റീവായി കഴിയുമ്പോൾ മാതാപിതാക്കൾ അറിയാതെ പല വിധത്തിലുള്ള കാര്യങ്ങൾ മാതാവിനെയും പിതാവിനെയും മറച്ച് ചെയ്യുവാൻ ഈ കുട്ടികൾക്ക് നല്ല വിരുദാണ്. അത് ചെയ്തുകൊണ്ട് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വസ്ഥത നശിപ്പിക്കുകയും ആ സ്വസ്ഥതയ്ക്ക് യാതൊരു വിധത്തിലുള്ള വിലയും കൊടുക്കാതെ മാതാവിനെയും പിതാവിനെയും വല്ലാതെ വേദനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഓരോ ഭവനത്തിലും ധാരാളമായിട്ടുണ്ട്. അതിൽ പെൺകുട്ടികൾ ഈ കാലത്ത് വളരെ മുന്നിലാണ്. ഇതെന്നെ ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കളും തങ്ങളുടെ പെൺമക്കളെ പ്രത്യേകിച്ച് കേൾപ്പിക്കണം. ആൺമക്കളോടുള്ളത് പിന്നീട് പറയാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പെൺകുഞ്ഞുങ്ങളാണെന്നും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെയും മറ്റ് നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെയും ഒക്കെ നിങ്ങളുടെ ഫോട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ഫോട്ടോകളും മറ്റു കാര്യങ്ങളുമൊക്കെ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എല്ലാ പെൺകുഞ്ഞുങ്ങളും തങ്ങളുടെ പ്രൈവസി, തങ്ങളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവരാണ്. നിങ്ങൾ ഒരിക്കലും ചതിക്കെണിയിൽ വീണു പോകാതെ, ആൺകുട്ടികളുടെ വലയത്തിൽ അവരുടെ പ്രലോഭനത്തിന് മുൻപിൽ വീണു പോകാതെ നിങ്ങളെ തന്നെ വളരെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾക്കൊരു ഭാവിയുണ്ട്, ഒരു കുടുംബജീവിതമുണ്ട്, ഒരു വിവാഹ ജീവിതമുണ്ടെന്നുള്ള സത്യം മറന്നു പോകാതെ വിശുദ്ധിയോടുകൂടെ നിലനിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അശുദ്ധി ഒരു തരത്തിലും നിങ്ങളെ തൊടുവാൻ അനുവദിക്കാതെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. നിങ്ങളുടെ ഒരു വാക്ക്, നിങ്ങളുടെ ഒരു ചാറ്റ്, നിങ്ങളുടെ ഒരു ഫോട്ടോ, ഇതൊന്നും അനാവശ്യമായി ഒരു സ്ഥലത്തും വീണു പോകുവാൻ അനുവദിക്കാതെ വളരെ കൃത്യമായി പ്രാർത്ഥനയോടെ നിങ്ങളെ തന്നെ നിയന്ത്രിച്ച് പ്രലോഭനത്തിൽ വീഴാതെ ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വന്തം ഭവനത്തിൻ്റെയും വില കളഞ്ഞുകൊണ്ടുള്ള അവിശുദ്ധമായ ഒരു ബന്ധത്തിലും ഇടപെടാതെ നല്ല നിലയിൽ പഠിച്ച് ഉന്നതമായ ഭാവി കരസ്ഥമാക്കുവാൻ പെൺകുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് മാതാപിതാക്കൾ പുറകിലുണ്ട് എന്നുള്ള സത്യമോർത്ത് അവരെ വേദനിപ്പിക്കാതെ അവരെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ പരിശ്രമിക്കുക. ഗോഡ് ബ്ലെസ് യു.